പാലക്കാട് ജില്ലയിൽ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഉയർന്നു വന്ന സ്ഥാപനമാണ് ജാമിഅ ഹസനിയ ഇസ്ലാമിയ. ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ എല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങൾക്കും ഉമ്മയായി തല ഉയർന്നു നിൽക്കുകയാണ് ജാമിഅ ഹസനിയ. അൽഹംദുലില്ലാഹ്, മഹാനായ ശൈഖുനാ ബാപ്പു ഉസ്താദാണ് ആ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ബാപ്പു ഉസ്താദിനെ അടുത്തറിയാത്തവർ പ്രിയമുള്ളവരെ നമ്മളെ കൂട്ടത്തിൽ കുറവായിരിക്കും. ഈ പാലക്കാട് ജില്ലയുടെ സംയുക്ത ഖാദിയായി മഹാനായ ശൈഖുനാ ബാപ്പു ഉസ്താദ് അവറുകൾ. നിറഞ്ഞ പണ്ഡിതനാണ്, വലിയ ഇഖ്ലാസുള്ള നേതാവാണ്. പ്രിയമുള്ളവരെ, നല്ല ദർസ് നടത്തുന്ന മഹാപണ്ഡിതൻ, നല്ല വഅദ് പറയുന്ന മഹാപണ്ഡിതൻ. ഒരുപാട് ഇടങ്ങളിൽ ചെന്ന്, ഒരുപാട് പഞ്ചായത്തുകളിൽ ചെന്ന്, ഒരുപാട് കുഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് അവിടെ വഅദ് പറഞ്ഞ് പ്രിയമുള്ളവരെ ആ നാടുകളിൽ വലിയ സമാധാനത്തിന്റെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള പള്ളികളും മദ്രസകളും സ്ഥാപിച്ച് വലിയ ദീനീ പ്രവർത്തനത്തിന് പാലക്കാട് ജില്ലയിൽ അഹോരാത്രം പരിശ്രമിച്ച നേതാവാണ് മഹാനായ ബാപ്പുസ്താദ്. പാണ്ടിക്കാടുകാരനാണ്, പക്ഷേ പാലക്കാട് ബാപ്പുസ്താദ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാലക്കാടിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി, പ്രത്യേകിച്ച് പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജാമിഅ ഹസനിയയിലെ വിദ്യാർത്ഥികൾ പ്രിയമുള്ളവരെ റമദാനിലും മറ്റും അതേ സജീവ ദഅവാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ റമദാനിന്റെ പച്ചപ്പകലിൽ ദഅവത്തിന് വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ വീടുകളിലേക്കും കയറി ചെന്ന് അവരോട് സൗഹൃദം സ്ഥാപിച്ച് അവർക്ക് ഫാത്തിഹ പഠിപ്പിച്ച് അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന സുന്ദരമായ ഏർപ്പാട് ഹസനിയ ദഅവാ സെല്ലിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കാറുണ്ട്. അതേ അതിന്റെ ഭാഗമായി പണ്ട് കാലങ്ങളിൽ കടന്നു ചെന്നപ്പോൾ പ്രിയമുള്ളവരെ പച്ചപ്പകലിൽ റമദാനിൽ നാരങ്ങ വെള്ളം തന്ന് സ്വീകരിച്ച ഉമ്മമാരുണ്ട്. ബഹുമാനിച്ച ഉസ്താദുമാരെ ബഹുമാനിച്ച് ആദരിച്ച് റമദാനിന്റെ പകലിൽ നാരങ്ങ വെള്ളം തന്നവർ. ഞാനിത് വെറുതെ പറയുന്നതല്ല. മഹാനായ ശൈഖുനാ കൊമ്പം ഉസ്താദ് ഒരുപാട് അനുഭവ പാഠങ്ങൾ ഉസ്താദ് അവർക്കുണ്ട്. നിങ്ങൾക്കറിയാം, ഉസ്താദ് അവർകളും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഞാനിതിലേക്ക് കടക്കുകയല്ല. അത്രയും വലിയ ദുരവസ്ഥയിൽ നിന്ന് ജാമിഅ ഹസനിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് 20 സ്ഥാപനങ്ങളിലായി 2000-ഓളം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് അതിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇത്തരം വലിയ വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് കേവലം വിദ്യാഭ്യാസമല്ല, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മാത്രമേ ഇവിടെ വലിയ സാമൂഹ്യ സമുദ്ധാരണം സാധ്യമാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ജാമിഅ ഹസനിയ പ്രവർത്തിക്കുന്നത്. പാലക്കാട് കല്ലേക്കാട് ജാമിഅ ഹസനിയയിൽ പ്രൗഢമഹോദയർ മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. അനുഗ്രഹീത സംഗമത്തിലേക്ക് നിങ്ങൾക്കും കൃത്യമായ സ്വാഗതം. मरहबा मरहबा।